ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് ഇതാ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 4th സെമ്മിൻ്റെ ബാക്കി ഭാഗം അതിലേക്ക് പോകണം. നമ്മൾ ഹൈപ്പോത്തിസിസിൻ്റെ പാർട്ട് 1 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കണ്ടിട്ട് വരൂ, എന്നിട്ട് ഈ വീഡിയോ കണ്ടാൽ മതി. ആണോ? അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോളൂ, ഒന്നും നോക്കണ്ട, ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സോറി. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്, അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് കിടക്കാം, നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഹൈപ്പോത്തിസിസ് ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതിന് വലിയ ജനന പ്രക്രിയയും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഡൗട്ട് ഉണ്ടാവുക, ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊരു അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതാണ്, അല്ലേ? ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്നൊരു ചോദ്യം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കുന്ന ഒരു ഗസ്സാണ് നമ്മുടെ ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വേണം, അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവണം, അല്ലേ? ആ ക്വസ്റ്റ്യന് പിറകെ ഒരു അന്വേഷണം വരണം. ഒരു സയൻറ്റിഫിക് എൻക്വയറി ഇല്ലാതെ ഒരിക്കലും ഒരു ഹൈപ്പോത്തിസിസും ഉണ്ടാവുന്നില്ല. അപ്പോൾ നമുക്ക് പറയാം, ഹൈപ്പോത്തിസിസ് ഈസ് ഫോർമുലേറ്റഡ് ഫോർ സോൾവിങ് എ പ്രോബ്ലം ഓർ ഫോർ എക്സ്പ്ലെയിനിങ് എ ഫിനോമിന. ഒരു പ്രതിഭാസത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ചോദ്യം, നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യത്തെ സോൾവ് ചെയ്യുന്നതിനോ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഊഹം അല്ലെങ്കിൽ അസംഷനാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇതിന് അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കാൻ നമുക്കൊരു അത്ര വലിയ റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ബോട്ടണിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള സ്റ്റെബിങ് എന്ന് പറയുന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യമാണ്, എവറി ഹൈപ്പോത്തിസിസ് സ്പ്രിങ്സ് ഫ്രം ദി യൂണിയൻ ഓഫ് നോളജ് ആൻഡ് സഗസിറ്റി. എന്താണ്? അറിവിൽ നിന്നും അതുപോലെ തന്നെ സംശയാസ്പദമായിട്ട് നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളിൽ നിന്നും മാത്രമാണ് ഓരോ ഹൈപ്പോത്തിസിസും മുളപൊട്ടി ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അതായത് നമ്മൾ ഓരോ ഹൈപ്പോത്തിസിസ് ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ്, അതാണ് മെയിൻ. ആ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോളജ് പ്രീവിയസ്ലി എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണം, അല്ലേ? മുൻപ് അതിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീടൊരു ഡൗട്ട് വരാനുള്ള ചാൻസ് ഉള്ളൂ, അല്ലേ? അപ്പോൾ അവിടെ പ്രീവിയസ് നോളജിന് അല്ലെങ്കിൽ പ്രീവിയസ് ഫാക്ട്സിന് അവിടെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ ഒരു ഹൈപ്പോത്തിസിസ് മേക്കിങ്ങിൽ. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് ഉണ്ടാവുന്നതിന് നമ്മുടെ ചിന്തയുടെ പല തലങ്ങളുണ്ട്. നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ട് പല തരത്തിൽ നമുക്ക് ഹൈപ്പോത്തിസിസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അറിവിൽ അറിയുന്ന ഒരു 4 പ്രോസസ്സാണ്, അതായത് ഏതൊക്കെ തലത്തിൽ നമുക്ക് ഹൈപ്പോത്തിസിസ് ഉണ്ടാവാം, ഹൈപ്പോത്തിസിസ് അങ്ങനെ ഒരു ഡൗട്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉയരാം എന്നാണ് പറയുന്നത് കേട്ടോ. ഒന്ന് അനലോഗി. അനലോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫിനോമിനയുടെ കോസ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന കോൺസിക്വൻസ് അത് തമ്മിലുള്ള സിമിലാരിറ്റീസ്. അനലോഗി എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി എന്നാണ്, ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് സിമിലാരിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു അനലോഗി എന്ന് പറയുന്ന സംഭവം ഏതെങ്കിലും ഒരു നാച്ചുറൽ ഫിനോമിനയോ അല്ലെങ്കിൽ അതിൻ്റെ കോസോ ഡാമേജോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. അതായത് മഴ വെയിൽ അത് രണ്ടും ഒരു
എന്താണ് പ്രതിഭാസങ്ങളാണ്. അപ്പോൾ അവ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ എന്ത് കൊണ്ടുവരാം, ഒരു ഹൈപ്പോത്തിസിസ് ഉയരാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടും സെയിം ആണോ, ഇവ തമ്മിൽ എന്താ വ്യത്യാസം, ഇതിങ്ങനൊരു വ്യത്യാസം ഉണ്ട് എന്ന് അങ്ങനെ ഒരു അസംഷൻ കൊണ്ടുവരുന്നു. ആ അസംഷൻ ഹൈപ്പോത്തിസിസ് ആയിട്ട് എടുക്കുന്നു, പിന്നെ അത് വെരിഫൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ മുൻപ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള, മുൻപ് സ്ഥാപിച്ചിട്ടുള്ള തിയറിയുമായിട്ട് എന്തെങ്കിലും സിമിലാരിറ്റി, വേറെ എന്തെങ്കിലും നമ്മൾ ഈ കാണുന്ന എന്തെങ്കിലും ഒരു പ്രതിഭാസമോ നാച്ചുറൽ ഫിനോമിനോ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് മറ്റൊരു ഹൈപ്പോത്തിസിസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. ഓക്കെ, സിമിലാരിറ്റി വരുമ്പോൾ, എന്തെങ്കിലും ഒരു സിമിലാരിറ്റി നമുക്ക് ഏതെങ്കിലും ഒരു കേസിൽ തോന്നുമ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം ഇൻഡക്ഷൻ. ഓക്കെ, ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾ കാണുന്ന ഒരു ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി അതിനെക്കുറിച്ച് ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ തിയറിയിലേക്ക് എത്തിപ്പെടുന്ന ആ ഒരു ടോപ്പ് ടു ബോട്ടം അപ്രോച്ചിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയാമെന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അതായത് ഒരു സ്പെഷ്യൽ കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പർട്ടിക്കുലർ കേസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിനെ വെരിഫൈ ചെയ്യാനുള്ള ജനറൽ പാറ്റേൺ ഉണ്ടല്ലോ, അത് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്തിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു കേസിനെ ആസ്പദമായിട്ടിരിക്കും എന്ത് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലതും കാണുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ കാണുന്ന സാധനങ്ങളെ കുറിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ മനസ്സിൽ വരാം. അതായത് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യം, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഹൈപ്പോത്തിസിസ് മേക്കിംഗ് ആണത്. ഓക്കെ, പിന്നെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിയറീസ്, അതിൽ നിന്ന് പിന്നെയും ഡൗട്ട് വരിക. ഓക്കെ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള തിയറിയിൽ നിന്ന്, അത് ബോട്ടം ടു ടോപ്പ് അപ്രോച്ച് ആണല്ലോ, നമുക്കറിയാലോ. അപ്പോൾ തിയറിയിൽ നിന്ന് ഹൈപ്പോത്തിസിസ് ഉണ്ടാകുന്നതാണ് എന്ത്, ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ 3 പറഞ്ഞു, അനലോഗി പറഞ്ഞു, ഇൻഡക്ഷൻ പറഞ്ഞു, ഡിഡക്ഷൻ പറഞ്ഞു. ലാസ്റ്റ് വണ്ണാണ് ഇൻറ്റ്യൂഷൻ കാരണവും എന്തുണ്ടാവാം, ഹൈപ്പോത്തിസിസ് ഉണ്ടാവാം. എന്താണ് ഇൻറ്റ്യൂഷൻ? It is the ability for directly understanding truth without conscious reasoning or study. അതായത് പ്രത്യേകം ഒരു പഠനം നടത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബോധത്തോടെ ഇരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ബോധാവസ്ഥയിലല്ല, നമ്മൾ ബോധവാനായിട്ടിരിക്കുമ്പോഴല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ സത്യം തിരിച്ചറിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ അറിവ് നമുക്ക് കിട്ടുക, അതുതന്നെയാണല്ലോ സെറൻഡിപ്പിറ്റി. അപ്പോൾ ഈ സെറൻഡിപ്പിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇൻറ്റ്യൂഷൻ ഒരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രത്യേകം സ്റ്റഡിയോ കാര്യങ്ങളോ ഒന്നും നടത്താണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ട്രൂ നോളജ് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നേരിൽ കണ്ടിട്ട് ഇപ്പോൾ വസ്തുക്കളെല്ലാം, ഇപ്പോൾ ഐസക് ന്യൂട്ടൺ പറഞ്ഞു ആപ്പിള് താഴേക്കാണ് വീണത്, മുകളിലേക്കല്ല, അതിന് കാരണം ഗ്രാവിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഒരു മുകളിൽ നിന്ന് താഴേക്കാണ് വീണത്, എല്ലാ വസ്തുക്കളും മുകളിൽ നിന്ന് താഴേക്കാണ് വീഴുന്നത്. മഴയായാലും എന്തായാലും മഴയായാലും വെള്ളത്തുള്ളികൾ താഴേക്കാണ് വീഴുന്നത്. നമ്മളൊരു ബോൾ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും താഴേക്കാണ് വീഴുന്നത്. അങ്ങനെ എന്തൊരു സാധനവും മുകളിൽ നിന്ന് താഴേക്കാണ് വീഴുന്നത് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അത് ഒരാൾ നേരിട്ട് കാണുകയാണ്, അതിലിനി പ്രത്യേകിച്ച് പഠനം നടത്തേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ നമുക്കതങ്ങനെ നമ്മളത് ചെയ്തപ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നാച്ചുറലായിട്ട് നമുക്കത് മനസ്സിലായി, എന്തൊരു സാധനവും മുകളിൽ നിന്ന് താഴേക്കാണ് വീഴുന്നത്. അങ്ങനെ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടുന്ന, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടിപ്പിക്കൽ എക്സാമ്പിളാണ് സെറൻഡിപ്പിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറഞ്ഞില്ലേ, അതന്നെ. നിങ്ങൾ അതിൻ്റെ കഥ കേട്ടല്ലോ അല്ലേ. ഞാൻ അതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തിരുന്നു ആ വീഡിയോൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ആ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരിക്കുള്ള ഒരു നമുക്ക് പിക്ചറസ് അല്ലെങ്കിൽ ഫിലിം പോലെ നിങ്ങൾക്കത് മനസ്സിൽ വരും ആ ഒരു കഥ.
ഓക്കെ. പിന്നെ ഈ ഒരു ഇൻഡ്യൂഷൻ വഴി ഉണ്ടാവുന്ന ഹൈപ്പോത്തിസിസിൽ തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷകൻ്റെ, ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ഒരു ഫീലിംഗ്, അതായത് ഇതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അതായത് എന്ന് തന്നെ ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഫീലിങ്സ്, സ്ട്രോങ് ഫീലിങ്സ് നമുക്ക് ആ ഒരു ഹൈപ്പോത്തിസിസിൽ കാണാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഒരു വ്യക്തി, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്കാണ് വീഴുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളത് സ്ട്രോങ് ആയിട്ട് അത് വിശ്വസിക്കുന്നു അല്ലേ, നിങ്ങളത് നന്നായിട്ട് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അത് ശരിയാണെന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുക. ഓക്കെ. അത് ഇൻറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് ഉണ്ടാവാനുള്ള, അത് ഫോർമുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രക്രിയയും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് ഹൈപ്പോത്തിസിസ് എങ്ങനെ ഉണ്ടാവുന്നു എന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ അത്രയേ ഉള്ളൂ. ഓക്കെ. 4 ചാൻസാണ്, 4 ഇതിലൂടെ ഉണ്ടാവാം. അനലോഗി വഴി ഉണ്ടാവാം, ഇൻഡക്ഷൻ വഴി ഉണ്ടാവാം, ഡിഡക്ഷൻ വഴി ഉണ്ടാവാം, ഇൻറ്റ്യൂഷൻ വഴി ഉണ്ടാവാം. ഓക്കെ. ഇതാണ് അതിൻ്റെ മെയിൻ. ഓക്കെ. ഇനി നമ്മൾ നെക്സ്റ്റ് അതിൽ പറയാൻ പോകുന്നത് ഈ ഹൈപ്പോത്തിസിസിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളെയും കുറിച്ചിട്ടാണ്. ഓക്കെ. വെരിഫിക്കേഷൻ, അതുപോലെ പ്രൂഫ്, അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പറയാൻ പോകുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്കൊരു ഉദാഹരണത്തോടെ അതാണ് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആവുകയും ചെയ്യും. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ വെരിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഒരു ഫാക്റ്റ്, നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് കാണുന്ന സത്യങ്ങൾ, ഓക്കെ, അതുമായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഹൈപ്പോത്തിസിസിന് എന്തെങ്കിലും ഒരു റിലേഷൻ വേണം. ഓക്കെ. അവർ തമ്മിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻ അവർ കാണിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ഹൈപ്പോത്തിസിസ് വെരിഫൈ ചെയ്യാൻ പോലും അത് പരിഗണിക്കുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഈ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ടും വെരിഫൈ ചെയ്യാൻ പറ്റും, ഇൻഡയറക്റ്റായിട്ടും വെരിഫൈ ചെയ്യാൻ പറ്റും. ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒബ്സർവേഷൻ, സിമ്പിളായിട്ടുള്ള ഒബ്സർവേഷനോ എക്സ്പെരിമെൻറ്റോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഡയറക്റ്റ് വെരിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡയറക്റ്റ് ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് വയ്ക്കാം. അത് ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ടല്ലോ, അത് ആക്ച്വൽ ഫാക്റ്റുമായിട്ട് എന്തെങ്കിലും റിലേഷൻ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അതായത് നിലവിലുള്ള സത്യമായിട്ടുള്ള ഒരു കാര്യത്തോട് എന്തെങ്കിലും ബന്ധം ആ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് വെരിഫിക്കേഷന് പരിഗണിക്കുന്നു. ഓക്കെ. അങ്ങനെയും വെരിഫൈ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ ഒരു സംഭവത്തിൽ നിന്ന് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ദി ഫൈനൽ, അല്ലേ, ഇറ്റ് ഈസ് നോട്ട് ദി ഫൈനൽ സ്റ്റെപ്പ് ഫോർ ദി തിയറി ഫോർമുലേഷൻ ആണല്ലോ. അപ്പോൾ ഈ വെരിഫിക്കേഷനും കാര്യങ്ങളൊന്നും പെട്ടെന്ന് കഴിഞ്ഞാലൊന്നും നമുക്ക് പെട്ടെന്ന് അതൊരു തിയറി ആക്കിയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ലോ ആക്കിയിട്ട് മാറ്റാനോ ഒന്നിനും നമുക്ക് പറ്റില്ല. അതിന് നമ്മൾ പിന്നീടും ഒരുപാട് സ്റ്റെപ്പ് ചെയ്യാനുണ്ട്, ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ആണല്ലോ. അപ്പോൾ ഈ ഒരു ഹൈപ്പോത്തിസിസിൻ്റെ കോൺസിക്വൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? ആ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് വയ്ക്കുക. അപ്പോൾ ശരിയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് എന്നൊക്കെ പറയില്ലേ, കോൺസിക്വൻസസ്, വരും വരായികകൾ, അതും നിലവിലുള്ള സത്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധം, റിലേഷൻ ആര് കാണിക്കണം? നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഹൈപ്പോത്തിസിസ് കാണിച്ചാൽ മാത്രമേ അത് വെരിഫൈ ചെയ്യാൻ പോലും പരിഗണിക്കുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഒരു സെയിം ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട്, ഒരേപോലുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് 2 ഹൈപ്പോത്തിസിസ് 2 ആൾ ഉയർത്തി എന്ന് വിചാരിക്കുക, 2 2-ൽ കൂടുതലോ. ഓക്കെ. ഒരേ കാര്യത്തെ പറ്റിയിട്ട്, ഒരേ ഒരു സംഭവത്തെ പറ്റിയിട്ട്, ഒരേ കേസിനെ പറ്റിയിട്ട് 2 2-ൽ കൂടുതലോ ഹൈപ്പോത്തിസിസുകൾ ഉയർന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ ഇത് രണ്ടും പരിഗണിക്കാൻ പറ്റുമോ? പറ്റില്ല. ഏത് ഹൈപ്പോത്തിസിസ് ആണോ
നമ്മൾ ഉന്നയിക്കുന്ന പ്രോബ്ലത്തെക്കുറിച്ചിട്ട് കറക്റ്റായിട്ട് റിയൽ എക്സ്പ്ലനേഷൻ തരുന്നത് ആ ഒരു ഹൈപ്പോത്തിസിസ് ആണ് നമ്മൾ സ്വീകരിക്കുക. മറ്റത് എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ആ ഒരു റിയൽ എക്സ്പ്ലനേഷൻ തരുന്ന ആ ഒരു ഹൈപ്പോത്തിസിസിനെയാണ് നമ്മൾ ക്രൂഷ്യൽ ഇൻസ്റ്റൻസ് എന്ന് പറയാം. ക്രൂഷ്യൽ ഇൻസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ക്രൂഷ്യൽ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് ഒരു ഹൈപ്പോത്തിസിസിനെ, അതായത് ക്രൂഷ്യൽ ഇൻസ്റ്റൻസ് ഉണ്ടാവുന്നതിലൂടെ ഒരു ഹൈപ്പോത്തിസിസ് കൺഫേം ആവുകയും ബാക്കി എല്ലാ ഹൈപ്പോത്തിസിസുകളും റിജക്റ്റ് ആവുകയുമാണ് ചെയ്യുന്നത്. അത് മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നാട്ടിൽ ഒരു മോഷണം നടന്നു. അപ്പോൾ ആ മോഷണത്തിൽ പറഞ്ഞു അപ്പു ആണ് മോഷ്ടിച്ചതെന്നുള്ളത് പറയുന്നു. ഓക്കെ, വേറൊരു നിഗമനമാണ് രാജു ആണ് മോഷ്ടിച്ചത് എന്ന്. ഓക്കെ, അപ്പു മോഷ്ടിച്ചു എന്നും പറയുന്നവരുണ്ട്, രാജു മോഷ്ടിച്ചു എന്നും പറയുന്നവരുണ്ട്. പക്ഷേ വേറൊരു കൂട്ടം ആളുകൾ പറയാണ് ഈ ഒരു കളവ് അല്ലെങ്കിൽ ഈ ഒരു മോഷണം നടക്കുന്ന സമയത്ത് അപ്പു ഈ നാട്ടിലില്ലായിരുന്നു, വേറൊരു സ്ഥലത്തായിരുന്നു എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ അപ്പു അല്ല അത് ചെയ്തത് എന്ന്, അതാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ്. ഓക്കെ, അപ്പോൾ അപ്പു അല്ല അത് ചെയ്തത് കാരണം അപ്പു അവിടെ ഉണ്ടായിരുന്നില്ല, ആ സമയത്ത് ആ മോഷണം നടക്കുന്ന സമയത്ത് നാട്ടിലേ ഇല്ലായിരുന്നു, അല്ലേ? അപ്പോൾ അതൊരു റിയൽ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ ഇതാണ് ആ രണ്ട് ഹൈപ്പോത്തിസിസ്, അതായത് അപ്പു ആണ് മോഷ്ടിച്ചത് എന്നും രാജു ആണ് മോഷ്ടിച്ചത് എന്നും മോഷണം എന്ന ഒരു സെയിം ഫാക്റ്റിനെ കുറിച്ച് രണ്ട് ഹൈപ്പോത്തിസിസുകൾ ഉയർന്നതായിട്ട് കണക്കാക്കുക. അപ്പോൾ വേറൊരു കൂട്ടം പറയുകയാണ് അപ്പു ആണ് മോഷണം, അല്ല അപ്പു അല്ല മോഷണം ചെയ്തത്, വേറെ ആരാണ്, അല്ല വേറെ ആരുമാണെന്ന് പറയുന്നില്ല, കാരണം അപ്പു ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട്ടിലുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അതാണ് റിയൽ എക്സ്പ്ലനേഷൻ തരുന്നത്. അപ്പോൾ അതാണ് ക്രൂഷ്യൽ ഇൻസ്റ്റൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹൈപ്പോത്തിസിസിൻ്റെ പ്രഡിക്ഷൻസിനെ കുറിച്ചിട്ട് പറയാം. ഹൈപ്പോത്തിസിസ് ചില പ്രഡിക്ഷൻ തരണം, ഹൈ പ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവണം എന്നൊക്കെ അതിൻ്റെ ഒരു ഗുഡ് അല്ലെങ്കിൽ വാലിഡ് ഹൈപ്പോത്തിസിസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം. അപ്പോൾ ഒരു നല്ല ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് പ്രൊവൈഡ് പ്രഡിക്ഷൻസ്, അല്ലേ? ഒന്നുമില്ലെങ്കിൽ ഡിഡക്റ്റീവ് മെത്തേഡ് വഴി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റീസണിങ് മെത്തേഡ് വഴി നമുക്ക് എന്താ പറയുക ആ ഒരു പ്രഡിക്ഷൻസ് ചെയ്യാൻ പറ്റണം, അല്ലേ? അതിപ്പോൾ ലബോറട്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ ഒബ്സർവേഷൻ, നമുക്ക് നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ടോ അങ്ങനെ എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് പ്രഡിക്ഷൻസ് ചെയ്യാൻ പറ്റണം, അല്ലേ? അത് ഇറ്റ് ക്യാൻ ബി സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് ഓൺലി എബൌട്ട് പ്രോബബിലിറ്റീസ്. നമുക്കൊരു കറക്റ്റായിട്ടുള്ള വാല്യൂ ഒന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇറ്റ് മേ ഡീൽ വിത്ത് ചാൻസസ് ലൈക്ക് പ്രോബബിലിറ്റീസ്. പ്രോബബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്താണെന്ന് അറിയില്ല, മാത്സൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ആയിട്ടായിരിക്കും നമുക്ക് ചാൻസ്, എത്ര ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് കറക്റ്റ് വാല്യൂ ഒന്നും പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഹൈപ്പോത്തിസിസ് ഒരു സിമ്പിൾ ഒബ്സർവേഷനോ അല്ലെങ്കിൽ സിമ്പിൾ എക്സ്പീരിയൻസോ, സിമ്പിൾ എന്ന് പറയണമെന്നില്ല, ഒരു ഒബ്സർവേഷനോ അതിൽ നിന്ന് പ്രത്യേകം എക്സ്പീരിയൻസോ ഒന്നും കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു വാലിഡായിട്ടുള്ള ഒന്നും ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രഡിക്ഷനും ആ ഒരു ഹൈപ്പോത്തിസിസിനെ പറ്റിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ ആ ഹൈപ്പോത്തിസിസ് വാലിഡ് അല്ല, യൂസ്ഫുൾ അല്ല എന്നാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് അപ്പോൾ തന്നെ റിജക്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ഇഫ് നമ്മുടെ ഹൈപ്പോത്തിസിസിൽ നിന്ന് പ്രഡിക്ഷൻ കിട്ടിയിട്ട് ആ പ്രഡിക്ഷൻ സത്യമാണോ, നമ്മൾ ഊഹിക്കല്ലേ, അപ്പോൾ അത് സത്യമാണോ എന്ന് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് അതിന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തതിന് വിപരീതമായിട്ടാണ് നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന സാധനം റിവൈസ് ചെയ്യണം. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം, ഒന്നും കൂടി റിവൈസ് ചെയ്യേണ്ടി വരും, ഒന്നുകൂടി റിഫൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതിൽ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നതോ എന്തെങ്കിലും ആവാം. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് ഒന്നും കൂടി റിവൈസ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ആ എക്സ്പെരിമെൻ്റ് എന്തായാലും തെറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യാം. അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തിട്ട് അത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഊഹം തെറ്റാണ്. അപ്പോൾ ഹൈപ്പോത്തിസിസ് നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനിയിപ്പോൾ നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് റിസൾട്ടാണ്, അതായത് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രഡിക്ഷൻസ് എല്ലാം കറക്റ്റാണ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ഹൈപ്പോത്തിസിസ് കറക്റ്റാണ് എന്നും നമ്മൾ പിന്നീട് ഫർദർ ടെസ്റ്റിങ്ങിന് അതിനെ വിധേയമാക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് ഹൈപ്പോത്തിസിസിൽ നിന്നും കിട്ടുന്ന ആ ഒരു പ്രഡിക്ഷൻസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മളതിനെ വാല്യുവേറ്റ് ചെയ്യുന്നതും അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനെയും കുറിച്ചിട്ടുള്ള ഒരു നോട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. അതായത് ഓരോ സയൻറ്റിഫിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാലും അത് റിപ്പീറ്റേറ്റീവ് ആണ്. അതായത് അത് റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേറ്റർ അങ്ങനെ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ ടെസ്റ്റിൽ അത് നമുക്ക് റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടി. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്തു, അതിലും പോസിറ്റീവായിട്ട് കിട്ടി. മൂന്നാമത്തെ ടെസ്റ്റ് ചെയ്തു, അതിലും പോസിറ്റീവായിട്ട് കിട്ടി. നാലാമത്തെ ടെസ്റ്റ് നോക്കുമ്പോൾ നെഗറ്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മുടെ ഹൈപ്പോത്തിസിസ് ചേഞ്ച് ചെയ്തിട്ട് ആദ്യം മുതൽക്ക് ആ ടെസ്റ്റ് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒന്നാമത്തെ ടെസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻസിന് വിപരീതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ടെസ്റ്റ് വീണ്ടും ചെയ്ത് നോക്കേണ്ടി വരും. ഇനി നമുക്ക് കിട്ടുന്ന ടെസ്റ്റുകളെല്ലാം നെഗറ്റീവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹൈപ്പോത്തിസിസ് വീണ്ടും റീകൺസിഡർ ചെയ്യേണ്ടി വരും. അങ്ങനെ നമുക്ക് അത്രയും റിലയബിളായിട്ട് അത്രയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കണമെങ്കിൽ അത്രയും നമ്മൾ ഇംപ്രൂവ്ഡ് ആയിട്ട് അത്രയും ഭംഗിയോടെ വേണം ചെയ്യാൻ. ഓക്കെ. അപ്പം നിലവിലുള്ള ഓരോ ഹൈപ്പോത്തിസിസുകളും അത്തരം വെരിഫിക്കേഷനും അത്തരം വാല്യുവേഷനും അത്തരം ഇമ്പ്രൂവ്മെൻറ്റിനും ഒക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്തിയതാണ്. ഓക്കെ. ഒരു ഹൈപ്പോത്തിസിസിൻ്റെ പരാജയം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റബിൾ പ്രഡിക്ഷൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ. അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പരാജയം സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹൈപ്പോത്തിസിസിനെ ആദ്യം റീകൺസിഡർ ചെയ്യുക വേണം. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൊറോബറേഷൻ ആൻഡ് ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പറയാം കേട്ടോ. അപ്പോൾ കൊറോബറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ആ കാര്യം പറയുന്നതിന് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയില്ലേ? ഓക്കെ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കോളേജിൽ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോയെന്ന് വിചാരിക്കാം. അപ്പം ഞാനത് നീ ഇന്ന് ക്ലാസ് കയറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും ഒരു കള്ളമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ കോളേജിൽ കയറി അല്ലെങ്കിൽ ക്ലാസ്സിന് കയറി എന്നുള്ളത്. പക്ഷേ എന്താ പറയുക, ഞാൻ അത് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ കുറേ നുണകൾ പറയും, അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു സത്യമായ കാര്യത്തിനെ അല്ലെങ്കിൽ ഒരു എന്താ നമ്മുടെ ഹൈപ്പോത്തിസിസ് വെച്ചാൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കുന്ന എവിഡൻസ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ സപ്പോർട്ട്, അതിനെയാണ് എന്ത് പറയുന്നത്? ഈ കൊറോബറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പല എവിഡൻസസും പല പ്രൊപ്പോസിഷൻസും തിയറീസിൻ്റെയും ഒക്കെ ആ ഒരു ഹെൽപ്പോട് കൂടി നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഹൈപ്പോത്തീസിസിനെ, നമ്മൾ ഉണ്ടാക്കിയ ഹൈപ്പോത്തീസിസിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് കൊറോബറേഷൻ. ഓക്കെ. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കി വെച്ചാൽ അത് വെറുതെ ഒരു തിയറി ആവില്ല. നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ തന്നെയാണ് എന്ത് വരുള്ളൂ, അതൊരു തിയറി ആയിട്ട് മാറ്റാനോ അല്ലെങ്കിൽ ലോ ആയിട്ട് നിർത്താനോ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് കൊറോബറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ നമ്മൾ ഈ കൊറോബറേഷന് ഒരു ഡിഗ്രി ഒക്കെ ഉണ്ട്. നമ്മൾ ഡിഗ്രി ഓഫ് കൊറോബറേഷൻ എന്ന് പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് അക്സെപ്റ്റബിലിറ്റി ഓഫ് തിയറി വിച്ച് ഡിറ്റർമൈൻസ് ഇറ്റ്സ് സർവൈവൽ. അതായത് ആ ഒരു തിയറി എത്രത്തോളം എഫക്റ്റീവാണ് അല്ലെങ്കിൽ എത്രത്തോളം അക്സെപ്റ്റബിൾ ആണ് എന്ന് മെഷർ ചെയ്യുക. ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഗ്രി ഓഫ് കൊറോബറേഷൻ എന്ന് പറയുക. അപ്പോൾ ആ ഡിഗ്രി ഓഫ് കൊറോബറേഷൻ അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റബിലിറ്റി കൂടുമ്പോൾ മാത്രമേ ആ ഒരു തിയറിക്ക് നിലനിൽപ്പുള്ളൂ. ഓക്കെ. അക്സെപ്റ്റബിലിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ എന്തായി? ആ ഒരു തിയറി റിജക്റ്റ് ആക്കപ്പെടും, അല്ലേ? അപ്പോൾ അതിനെയാണ്, ആ ഒരു മെഷർമെൻറ്റിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് കൊറോബറേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാൾസിഫിക്കേഷൻ.
ഫാൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഫാൾസിഫിക്കേഷൻ, ഫാൾസ് എന്ന ഒരു വാക്ക്. ഓക്കെ, അതായത് ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു തിയറി ഒരാൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള എവിഡൻസസ് കൊണ്ടുവരിക. അങ്ങനെ അതിനെ തെറ്റാണെന്ന് വെരിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഫാൾസിഫിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് തിയററ്റിക്കൽ അസംഷൻസ് ത്രൂ ദെയർ റെഫ്യൂട്ടേഷൻ. റെഫ്യൂട്ടേഷൻ മീൻസ് അത് നെഗറ്റീവാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കുക. ഓക്കെ, ബൈ കമ്പയറിങ് ദം വിത്ത് എക്സ്പെരിമെൻ്റലി ഒബ്റ്റെയിൻഡ് ഡാറ്റ. അതായത് മുൻപ് എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഫാക്റ്റിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഊഹം, ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ തെറ്റാണെന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതിനെയാണ് ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫാൾസിഫിക്കേഷൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ് വിൽ ഡിസ്റ്റിങ്വിഷ് വാട്ട് ഈസ് സയൻറ്റിഫിക് ആൻഡ് നോൺ സയൻറ്റിഫിക്. ഏതാണ് സയൻറ്റിഫിക് ഏതാണ് നോൺ സയൻറ്റിഫിക് എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യും അല്ലെങ്കിൽ വേർതിരിച്ച് കാണിച്ചു തരും എന്നുള്ളതാണ് ഫാൾസിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കൊരു പ്രസ്താവന അത് തെറ്റാണെന്നോ ശരിയാണെന്നോ വെരിഫൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ പറ്റണം എന്നതാണ് ഒരു സയൻറ്റിഫിക് ഹൈപ്പോത്തിസിസിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിഫിക് തിയറിയുടെ ഒരു ഫീച്ചർ അല്ലേ. അപ്പോൾ അങ്ങനെ തെറ്റാണെന്ന് തെളിയിക്കാനോ തെറ്റാണോ എന്ന് സംശയിക്കാനോ പറ്റുന്ന എല്ലാ ഹൈപ്പോത്തിസിസും സയൻറ്റിഫിക്കാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ സയൻറ്റിഫിക് ആണോ നോൺ സയൻറ്റിഫിക് ആണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, പിന്നെ ഈ ഫാൾസിഫിക്കേഷൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് വെരിഫിക്കേഷൻ. നമുക്ക് ഒരാൾ പ്രപ്പോസ് ചെയ്ത ഒരു ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ഒരു തിയറി എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഫാൾസിഫിക്കേഷൻ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫാൾസിഫയബിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഹൈപ്പോത്തിസിസ് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, ഫാൾസിഫയബിൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. ഓക്കെ, ഫാൾസിഫിക്കേഷൻ എന്നൊരു കൺസെപ്റ്റിനെ സംബന്ധിച്ച് എല്ലാ സയൻറ്റിഫിക് തിയറീസും അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ ഹൈപ്പോത്തിസിസുകളും എന്താണ്, ഫാൾസിഫയബിൾ ആണ്. അതായത് അത് തെറ്റാണോ ശരിയാണോ എന്ന് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതെന്താണ്, നമുക്ക് എക്സ്പെരിമെൻ്റലി അല്ലെങ്കിൽ വേരിയസ് ടെസ്റ്റിങ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ടെസ്റ്റ് ചെയ്തിട്ട് പ്രൂവ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് എന്നർത്ഥം. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു ടെസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അഡീഷണലായിട്ട് അല്ലെങ്കിൽ അതിനൊരു വെരിഫിക്കേഷൻ പോലെ ഒരു എവിഡൻസ് പോലെ നമ്മളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു എവിഡൻസ് പോലെ കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്ററി ഹൈപ്പോത്തിസിസ് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ, അതായത് എന്താ, നമ്മൾ അഡീഷണലായിട്ട് കൊടുക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്, നമ്മുടെ ട്രൂ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് അങ്ങനെയുള്ള സപ്ലിമെൻ്ററി ഹൈപ്പോത്തിസിസുകളെയാണ് നമ്മൾ ഓക്സിലിയറി ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. ഓക്കെ, ഓക്സിലിയറി ഹൈപ്പോത്തിസിസ് അത് നമ്മുടെ ഈ ഒരു ട്രൂ ആയിട്ടുള്ള ആ ഒരു ഹൈപ്പോത്തിസിസിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ളതാണ്. അതായത് അത് ട്രൂ ആണ്, അത് സത്യമാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടിട്ടുള്ള ഹൈപ്പോത്തിസിസ് ആയിരിക്കും ഈ സപ്ലിമെൻ്ററി ഹൈപ്പോത്തിസിസ്. ഓക്കെ, സെറ്റാണോ? ഓക്കെ, ഇനി അതുപോലെ മറ്റൊരു ടേമാണ് ആഡ് ഹോക്ക് ഹൈപ്പോത്തിസിസ്. ആഡ് ഹോക്ക് ഹൈപ്പോത്തിസിസ്, നേരത്തെ പറഞ്ഞത് ഓക്സിലിയറി ഹൈപ്പോത്തിസിസ് ആണ്, ഇപ്പോൾ പറയാൻ പോകുന്ന ആഡ് ഹോക്ക് ഹൈപ്പോത്തിസിസ് എന്നാണ്. അപ്പോൾ ആഡ് ഹോക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഓക്സിലിയറി ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഹൈപ്പോത്തിസിസിനെയാണ് നമ്മൾ ഓക്സിലിയറി ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. വെച്ചാൽ ആഡ് ഹോക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ നെഗറ്റീവായിട്ട് ഓക്കെ അത് തെറ്റാണെന്ന് പ്രസ്താവിക്കാനുള്ള ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ടാണ് ഈ ഒരു അങ്ങനെ ഒരു സപ്ലിമെൻ്ററി ഹൈപ്പോത്തിസിസിനെയാണ് നമ്മൾ ആഡ് ഹോക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ ആൻ ഓക്സിലിയറി ഹൈപ്പോത്തിസിസ്, അതൊരു സപ്ലിമെൻ്ററി ഹൈപ്പോത്തിസിസ് ആണ്, യൂസ്ഡ് ഫോർ ഡിഫെൻഡിങ് എ ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ബൈ നെഗറ്റീവ് എവിഡൻസ്. അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള തരത്തിലുള്ള ഒരു സപ്ലിമെൻ്ററി ഹൈപ്പോത്തിസിസ് ആണ് എന്ത്, ആഡ് ഹോക്ക് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്യൂഡോ സയൻറ്റിഫിക് സബ്ജക്ട്സിനാണ് ഇത് കൂടുതലും
അതായത് സയൻറ്റിഫിക് അല്ലാത്ത ചില മാറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മളിത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ആഡ് ഹോക്ക് ഹൈപ്പോത്തിസിസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് കണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം ക്ലിയർ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ സോറി, വെരി സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ ബൈ.